ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഡോക്ടർ രാജേന്ദ്രൻ, CMO ദീപം ഹോസ്പിറ്റൽ. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് പ്രോബയോട്ടിക് ബാക്ടീരിയകളെ പറ്റിയാണ്. അത് നമ്മുടെ കുടലിൽ വളരുന്ന നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു തരം ബാക്ടീരിയകളാണ്. ഇത് നമ്മുടെ കുടലിൽ അനേക കോടി ഈ പ്രോബയോട്ടിക് ബാക്ടീരിയകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജീവിതം നമ്മുടെ ഹെൽത്തിന് വളരെ ആവശ്യമാണ്. ഇത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു തരം ബാക്ടീരിയയാണ്. അപ്പോൾ ഈ കുടലിൽ തന്നെ വേറെ ഹാംഫുൾ ബാക്ടീരിയകളും ഉണ്ട്. അതിൻ്റെ പ്രൊപ്പോർഷൻ വളരെ കുറവാണെങ്കിൽ പ്രോബയോട്ടിക് ബാക്ടീരിയ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ അങ്ങ് പോകും. അതേസമയത്ത് ഈ ഹാംഫുൾ ബാക്ടീരിയയാണ് കൂടുതലായിട്ട് വരുന്നതെങ്കിൽ, ഉദാഹരണത്തിന് 10% താഴെയൊക്കെ ഉള്ളെങ്കിൽ അത് ഒട്ടും കുഴപ്പമുള്ള കാര്യമല്ല. അതേസമയത്ത് ഈ ഹാംഫുൾ ബാക്ടീരിയയുടെ പെർസെൻറ്റേജ് കൂടിക്കൂടി വരികയും ഈ നമുക്ക് വേണ്ട ബാക്ടീരിയ പ്രോബയോട്ടിക് ബാക്ടീരിയ കുറയുകയും ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് അത്ര നല്ലതല്ല, ദോഷം ചെയ്യും. അപ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാന ഘടകം നമ്മുടെ കുടലിൽ ഹെൽത്തി ആയിട്ടുള്ള അനേക കോടി പ്രോബയോട്ടിക് ബാക്ടീരിയകൾ ഉണ്ടായിരിക്കണം. അതാണ് ഏറ്റവും പ്രധാന ഘടകം. പ്രോബയോട്ടിക് ബാക്ടീരിയയുടെ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് ഏറ്റവും വളരെ സഹായിക്കുന്ന ഒരു ബാക്ടീരിയയാണ് ഈ പ്രോബയോട്ടിക് ബാക്ടീരിയ. അതുപോലെ തന്നെ കുടലിലെ ക്യാൻസറിന് ഒരു പരിധി വരെ തടയാൻ ഈ പ്രോബയോട്ടിക് ബാക്ടീരിയക്ക് കഴിവുണ്ട്. അതുപോലെ തന്നെ അൾസറുകൾ തടയാനും പ്രോബയോട്ടിക് ബാക്ടീരിയക്ക് കഴിവുണ്ട്. പ്രോബയോട്ടിക് ബാക്ടീരിയക്ക് ഇതുപോലെ BP കുറക്കാനും കൊളസ്ട്രോൾ കുറക്കാനും ഒക്കെയുള്ള ഒരു കഴിവുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിലെ ന്യൂട്രിയൻസിനെ അബ്സോർവ് ചെയ്യാൻ ഒരു പരിധിവരെ ഈ പ്രോബയോട്ടിക് ബാക്ടീരിയ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യം ഒരു പരിധിവരെ ഇംപ്രൂവ് ചെയ്ത് നിർത്താനായിട്ട് ഈ പ്രോബയോട്ടിക് ബാക്ടീരിയ നമ്മളെ വളരെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാന ഒരു ഘടകം ഈ പ്രോബയോട്ടിക് ബാക്ടീരിയ നമ്മുടെ കുടലിൽ അതിൻ്റെ അളവ് കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെ കൂട്ടാനായിട്ട് ഏറ്റവും പ്രധാനം നമ്മൾ കഴിക്കുന്നതിൽ ഈ തൈര്, എസ്പെഷ്യലി പുളിയില്ലാത്ത തൈര്. അപ്പോൾ ഇന്ന് നമ്മൾ പാല്, ഇപ്പോൾ നാരങ്ങാനീരോ എന്തെങ്കിലും ചേർത്ത് ഉറവൊഴിച്ച് വെച്ചാൽ നാളെ രാവിലെ എടുക്കുന്ന തൈര് കട്ടിയായിട്ടിരിക്കും. പക്ഷേ അതിന് വലിയ പുളി ഉണ്ടാകത്തില്ല. അത് ഫ്രിഡ്ജിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് പുളിക്കത്തില്ല. അതേസമയത്ത് അത് ഫ്രിഡ്ജിന് വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം എടുക്കുമ്പോൾ നല്ലപോലെ പുളിച്ചിരിക്കും. ആ പുളിയില്ലാത്ത തൈരാണ് നമുക്കിവിടെ ആവശ്യം. അതുപോലെ തന്നെ അച്ചാറുകൾ, ഈ കടുക് ചതച്ചിട്ട് നല്ലെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കുന്ന അച്ചാറുകൾ, അല്ലാതെ നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കുന്ന ഈ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്ത അച്ചാറുകൾ പ്രോബയോട്ടിക്കുകൾ കിട്ടത്തില്ല. ഉദാഹരണത്തിന് നമ്മൾ നെല്ലിക്ക അച്ചാർ, മാങ്ങ അച്ചാർ. അപ്പോൾ ഇതിൽ നമ്മൾ യാതൊരു കാരണവശാലും ഈ വെളിയിൽ നിന്ന് മേടിച്ച് ഈ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്ത അച്ചാറുകൾ പ്രോബയോട്ടിക്സ് ബാക്ടീരിയ കൂട്ടാനായിട്ട് ഉപയോഗിക്കുക. അടുത്തതായിട്ട് ഈ പ്രോബയോട്ടിക് ബാക്ടീരിയ നമ്മുടെ കുടലിൽ കൂടുതൽ വളർത്തിയെടുക്കാനുള്ള ഒരു മാർഗം പഴങ്കഞ്ഞി. ഇപ്പോൾ നമ്മൾ വൈകുന്നേരം കഞ്ഞി കുടിക്കുമ്പോൾ ഒരു കപ്പ്, അതായത് 240 ml കഞ്ഞി മാറ്റി വെക്കുക. അപ്പോൾ അതിൽ വേണമെങ്കിൽ അന്നേരം തന്നെ കുറച്ച് ആവശ്യത്തിന് തൈരൊഴിക്കാം, പച്ചമുളക് ഇടാം, കൊച്ചുള്ളി അരിഞ്ഞിടാം. എന്നിട്ട് അത് മാറ്റി വെച്ചേക്കുക. പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ അത് കഴിക്കുക. നമ്മുടെ കുടലിൽ പ്രോബയോട്ടിക് ബാക്ടീരിയകൾ വളരാൻ ഒരു നല്ല മാർഗമാണിത്. അതുപോലെ നമ്മുടെ ഈ പ്രോബയോട്ടിക് ബാക്ടീരിയ നശിപ്പിക്കുന്ന കുറേ ഘടകങ്ങളുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനം നമ്മുടെ സാധാരണ കഴിക്കാറുള്ള ആൻറ്റിബയോട്ടിക്കുകൾ. ഈ ആൻറ്റിബയോട്ടിക്കുകൾ എന്ന് പറയുന്നത് എന്തിനുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയകളെ നശിപ്പിക്കാനുള്ള സംഗതികളാണ്.
അപ്പോൾ ഇതിന് ആൻറ്റിബയോട്ടിക്കിന് അറിയത്തില്ല ഇത് നല്ല ബാക്ടീരിയ ഏതാണ്, നമുക്ക് ഉപയോഗമുള്ള ബാക്ടീരിയ ഏതാണ്, അത് ചീത്ത ബാക്ടീരിയ ഏതാണ്. അപ്പോൾ അതൊരു ബോംബിട്ടതുപോലെ ആയിരിക്കും. അപ്പോൾ അതിൽ നല്ല ബാക്ടീരിയയും നശിക്കും, അതുപോലെ തന്നെ ചീത്ത ബാക്ടീരിയയും. ഈ പ്രോബയോട്ടിക് ബാക്ടീരിയ നശിക്കും, അല്ലാത്ത ബാക്ടീരിയ നശിക്കും. അപ്പോൾ ഈ നമുക്കൊരു രീതിയുണ്ട്. സാധാരണ ഡോക്ടർ ഒരു 4 ദിവസത്തേക്ക് ഒരു ആൻറ്റിബയോട്ടിക് കുറിച്ച് തന്നു, അതൊരു ചുമ പനിക്കാണെന്നിരിക്കട്ടെ. ഇദ്ദേഹത്തിന് തന്നെ ഒരു മാസം കഴിഞ്ഞ് പിന്നെയും ചുമയും പനി വരുമ്പോൾ ഈ ആൻറ്റിബയോട്ടിക് ഈ കുറുപ്പടി കാണിച്ച് പിന്നെയും മേടിച്ച് അങ്ങനെ കഴിക്കുന്ന ഒരു രീതി നമ്മുടെ ഇടയിൽ പലർക്കും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇതിനൊരു കാരണമാണ്. അതുപോലെ ഈ ജങ്ക് ഫുഡുകൾ പ്രോബയോട്ടിക് ബാക്ടീരിയ കുറയാൻ ഒരു കാരണമാണ്. അതുപോലെ അന്തരീക്ഷ മലിനീകരണം ഈ പ്രോബയോട്ടിക് ബാക്ടീരിയ കുറയാനൊരു കാരണമാണ്. അതുപോലെ തന്നെ ഈ വിഷമടിച്ച പച്ചക്കറികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന പച്ചക്കറികൾ ഒരു പുഴു പോലും കയറാതിരിക്കാൻ വേണ്ടി അവർ കുറച്ച് കൂടുതൽ വിഷം കീടനാശിനികളടി, അതും ഇതുപോലെ പ്രോബയോട്ടിക് ബാക്ടീരിയ നശിക്കാൻ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്ത ഭക്ഷണങ്ങൾ. പിന്നെ ഏറ്റവും പ്രധാനം ആൽക്കഹോൾ പ്രോബയോട്ടിക് ബാക്ടീരിയ നമ്മുടെ ഇൻറ്റസ്റ്റൈനിലുള്ളതിനെ കുറക്കാൻ സഹായിക്കുന്ന ഒരു സംഭവം. അതുപോലെ സ്മോക്ക് ചെയ്യുമ്പോൾ ലങ്സിലോട്ട് പോകുന്നു, അതുപോലെ തന്നെ ഇൻറ്റസ്റ്റൈനിലോട്ടും ഈ പുക ചെല്ലുന്നു. ഇതും പ്രോബയോട്ടിക് ബാക്ടീരിയ കുറയാനൊരു കാരണമാണ്. അതുപോലെ ഈ സ്ട്രെസ് ഉണ്ടല്ലോ, ഈ ടെൻഷൻ കൂടുതലുള്ളവർക്കും ഇതുപോലെ പ്രോബയോട്ടിക് ബാക്ടീരിയ കുറയാൻ ഈ ടെൻഷൻ ഒരു ഘടകം. അതുപോലെ ഗോതമ്പിൽ നിന്നുണ്ടാക്കുന്ന ഈ ഗ്ലൂട്ടൻ അതുപോലെ മൈദ, ഇതെല്ലാം ഈ പ്രോബയോട്ടിക് ബാക്ടീരിയകളെ കുറക്കാൻ സഹായിക്കുന്ന സംഗതികളാണ്. പിന്നെ ഈ പ്രോബയോട്ടിക് ബാക്ടീരിയയുടെ സപ്ലിമെൻറ്റ്സ് അവൈലബിൾ ആണ്, കാപ്സ്യൂളായിട്ടും പൗഡറുകളായിട്ടും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ പ്രോബയോട്ടിക് ബാക്ടീരിയനെ പറ്റി ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഇട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.